നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലൂടെ വയോജനക്ഷേമവുമായി ജില്ലാ ഭരണകൂടം. സംസ്ഥാന സ്പെക്ട്രാക്കോ മത്സരത്തിന് ചാലക്കുടിയിൽ ആവേശകരമായ തുടക്കമായി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടിയുടെയും പരിയാരം സെന്റ് ജോർജ് ഇടവകയിലെ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മിന്നാമിനി കൂട്ടം എന്ന പേരിൽ നടത്തിയ അങ്കണവാടി കലോത്സവം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ PM സൌമ്യ പദ്ധതി വിശദീകരണം നടത്തി. കൊടകര അഡീഷണൽ CDPO സുധർമിണി G മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, VK മുകുന്ദൻ, കൊടകര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, CDCB എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജില്ലയിലെ തന്നെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കൊടകര മോഡൽ വികസനം എന്ന പേരിലൂടെ MLA നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്ര മാഷ് നമ്മുടെ MLA ആയിരുന്ന സമയത്ത് സുസ്ഥിര കൊടകര എന്ന പേരിൽ കേരളം ഒട്ടാകെ കൊടകര ഗ്രാമപഞ്ചായത്തും കൊടകര മണ്ഡലവും മാതൃകാപരമായ അടയാളങ്ങൾ സൃഷ്ടിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരിക്കലും തലയുയർത്തിയല്ലാതെ നിൽക്കാൻ കഴിയത്തില്ല. എല്ലാ ഭരണസമിതികളുടെ കാലഘട്ടങ്ങളിലും കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സ്ത്രീകളുടെയും വനിതകളുടെയും വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ഒക്കെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് ദിവസങ്ങളായി അംഗനവാടി പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും സൂപ്പർവൈസർ അടക്കമുള്ള ആളുകളും ഇതിന് പുറകിൽ അക്ഷീണമായി രാവിലെ പോലെന്ന വ്യത്യാസമില്ലാതെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും കോർത്തിണക്കിക്കൊണ്ട് വയോജനക്ഷേമം ഉറപ്പാക്കാൻ ഒരുങ്ങുന്നു. വിദ്യാർത്ഥികളിലെ സാമൂഹിക പ്രതിബദ്ധതയിലൂടെ വയോജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം സെന്റ് മൈൻ്റനൻസ് ട്രിബ്യൂണലിന്റെ ജില്ലയിലെ സ്കൂൾ കോളേജ് NSS യൂണിറ്റുകളുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തിരികെ. രാമവർമ്മപുരം ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോമിൽ പദ്ധതി ഔദ്യോഗികമായി തുടങ്ങി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തിരികെ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. സബ് കളക്ടർ അഖിൽ V മേനോൻ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരികെ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വിമല കോളേജിന്റെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ രാമവർമ്മപുരം ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോമിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുടെ നാടകവും അരങ്ങിലെത്തി. രാമവർമ്മപുരം ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചും അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചുമാണ് കളക്ടർ മടങ്ങിയത്. ഓൾഡ് ഏജ് ഹോം സൂപ്രണ്ട് ജയകുമാർ, വിമല കോളേജ് ടീച്ചർമാരായ ഡോക്ടർ PS സ്മിത, CN മരിയ ജോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്പെക്ട്രാക്കോ മത്സരത്തിന് ചാലക്കുടിയിൽ ആവേശകരമായ തുടക്കമായി.
സംസ്ഥാന സെപെക്ടാക്രോ മത്സരത്തിന് ചാലക്കുടിയിൽ ആവേശകരമായ തുടക്കമായി. ചാലക്കുടി നഗരസഭ ML ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റ് PK അയ്യൂബ് പതാക ഉയർത്തി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, തൃശൂർ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KO ജോസഫ്, സംസ്ഥാന സെക്രട്ടറി KV ബാബു, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, CS സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV പോൾ, ദീപു ദിനേശ്, MM അനിൽകുമാർ, പ്രീതി ബാബു, ആനി പോൾ, വാർഡ് കൌൺസിലർ നിത പോൾ, VM മോഹനൻ മാസ്റ്റർ, MK പ്രേംകൃഷ്ണൻ, ശ്യാംപ്രസാദ്, PM മധുസൂദനൻ, K രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 500-ലധികം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെപെക്ടാക്രോ മത്സരത്തിന് ആദ്യമായിട്ടാണ് ചാലക്കുടി വേദിയാകുന്നത്. വനിതകളുടെ ആദ്യ മത്സരത്തിൽ കണ്ണൂർ കാസർഗോഡിനെയും ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലം ആലപ്പുഴയെയും നേരിട്ടു. മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. 21ാമത് സെപെക്ടാക്രോ കായിക മത്സരമാണ് നടക്കുന്നത്. നമുക്കറിയാം, ചാലക്കുടി വലിയ കായിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ദേശീയ അന്തർദേശീയ താരങ്ങൾ നമ്മുടെ ചാലക്കുടിയിൽ നിന്നായി ഫുട്ബോളിൽ, വോളിബോളിൽ, അതുപോലെ ബാസ്കറ്റ്ബോളിലൊക്കെ നിരവധി ദേശീയ താരങ്ങൾ ഒരു പുതിയ അനുഭവമാണ് സെപെക്ടാക്രോ എന്ന് പറയുന്ന മത്സരം. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര ഗവൺമെന്റ് ടെറ്റ് നിയമനിർമ്മാണം നടത്തുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉടൻ തീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ബ്രാഞ്ച് പ്രസിഡന്റ് അക്ഷയ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി ലിജോ ജോസ് സ്വാഗതം പറഞ്ഞു. ഉപജില്ലാ വൈസ് പ്രസിഡന്റ് CR രാകേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിവേക് KN, സതി MA എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. കൊടകര ബ്രാഞ്ച് പ്രസിഡന്റ് ശ്രീകുമാർ നന്ദി പറഞ്ഞു. കേരളത്തിന് വന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ടാക്സിന്റെ വിഹിതം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തെ മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിന്റെ രാഷ്ട്രീയമായി വൈരാഗ്യമുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഇത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. കേരളത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടിയുടെയും പരിയാരം സെന്റ് ജോർജ് ഇടവകയിലെ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെയും ഡിവൈൻ ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് സ്പീച്ച് ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടിയുടെയും പരിയാരം സെന്റ് ജോർജ് ഇടവകയിലെ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെയും ഡിവൈൻ ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് സ്പീച്ച് ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ പരിയാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ബേബി അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ വിൽസൺ എലിവത്തിങ്കൽ കൂനൻ വികാരി മുഖ്യ സന്ദേശം നൽകി. റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി ഡയറക്ടർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, റോട്ടറി പബ്ലിക് ഇമേജ് ചെയർമാൻ ബാബു ജോൺ, കേന്ദ്ര സമിതി പ്രസിഡന്റ് നിച്ചോ കലേലി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോൺ ടെക്കിക്കര, ട്രസ്റ്റി ജോസ് പാറക്ക, അസിസ്റ്റന്റ് വികാരി സ്റ്റീഫൻ കൂള, ഡോക്ടർ അമൽ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കൂർ ഗ്രാമപഞ്ചായത്തും വെറ്ററിനറി ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന തെരുവ് നായകളുടെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ ഹനിത ഷാജു, ഷീബ നികേഷ്, മോഹനൻ തുഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഗിഫ്റ്റി ഡെയ്സൺ, മായ രാമചന്ദ്രൻ, കപിൽരാജ്, ലിൻഡോ തോമസ്, വെറ്ററിനറി ഡോക്ടർ സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,250 രൂപ, പവന് 82,240 രൂപ.
എത്രയോ ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നീ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലൂടെ വയോജനക്ഷേമവുമായി ജില്ലാ ഭരണകൂടം. സംസ്ഥാന സ്പെക്ട്രാക്കോ മത്സരത്തിന് ചാലക്കുടിയിൽ ആവേശകരമായ തുടക്കമായി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ AEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടിയുടെയും പരിയാരം സെന്റ് ജോർജ് ഇടവകയിലെ കേന്ദ്ര സമിതിയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.